ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് മോഡ്യൂളാണ്, അതായത് മോഡ്യൂൾ 4. മോഡ്യൂൾ 4ൽ കവർ ചെയ്യുന്നത് നമ്മൾ കോഡിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ മോഡ്യൂൾ 3ൽ ഡിസ്കസ് ചെയ്തത് ഡിസൈൻ, അതോടൊപ്പം തന്നെ കോസ്റ്റ് എസ്റ്റിമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഡിസൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡിസൈൻ ആർക്കിടെക്ചർ, നമ്മളത് കംപ്ലീറ്റ് STD ഫോം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസ് കോഡിംഗ് ആണ്. അപ്പം കോഡിംഗ് എങ്ങനെയൊക്കെ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു, അതായത് മോഡ്യൂൾ 4ൽ കോഡിംഗ് ഉണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്. ഹാഫ് പോർഷൻ കോഡിംഗ്, അത് കഴിഞ്ഞ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ കോഡിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, കോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡിംഗ് ഈസ് ഡൺ ആഫ്റ്റർ ദ ഡിസൈൻ ഫേസ് ഈസ് കംപ്ലീറ്റ് ആൻഡ് ഡിസൈൻ ഡോക്യുമെൻറ്റ് ഈസ് റിവ്യൂഡ് സക്സസ്ഫുള്ളി. അതായത് ഡിസൈൻ ഫേസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പം അതോടൊപ്പം തന്നെ നമ്മൾ ഡോക്യുമെൻറ്റ് കറക്റ്റായിട്ട് പ്രോപ്പർലി റിവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനലൈസ് ചെയ്തതിന് ശേഷമാണ് കോഡിംഗ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. എവരി മോഡ്യൂൾ സ്പെസിഫൈഡ് ഇൻ ഡിസൈൻ ഡോക്യുമെൻറ്റ് ഈസ് കോഡഡ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റഡ്. അപ്പം നമ്മൾ എവരി മോഡ്യൂൾ, നമ്മൾ ഡിസൈൻ പറഞ്ഞിരുന്നു മോഡുലാരിറ്റി, അതായത് മോഡുലൈസ് ചെയ്തിട്ടാണ്, മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ നമ്മളെ എല്ലാ മോഡ്യൂളും കോഡ് ചെയ്യും. അതോടൊപ്പം തന്നെ യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മോഡ്യൂൾ വൈസ് ടെസ്റ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ യൂണിറ്റ് ടെസ്റ്റിംഗ് ഈച്ച് മോഡ്യൂൾ ഇസ് ടെസ്റ്റഡ് ഇൻഡിവിജ്വലി വെൻ ഇറ്റ്സ് കോഡ് ഈസ് കംപ്ലീറ്റ്. അപ്പം നമ്മൾ മോഡ്യൂൾ വൈസ് കോഡ് ചെയ്തിട്ട് അത് ഇൻഡിവിജ്വലി ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം മാത്രമേ എല്ലാ മോഡ്യൂളും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യത്തുള്ളൂ. സോ ഒബ്ജക്റ്റീവ് ഓഫ് കോഡിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോം the design of a system into a code using a high level language and then unit test this code. അപ്പം നമ്മൾ സിമ്പിളായിട്ട് കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ഡിസൈൻ LCD എല്ലാം പ്രിപ്പയർ ചെയ്ത് എല്ലാം റിവ്യൂ ചെയ്ത് ഫൈനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡിസൈൻ ഡോക്യുമെൻറ്റിനെ നമ്മൾ കോഡിംഗ് ഓപ്പറേഷൻ, അതായത് ഹൈ ലെവൽ ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ട് കോഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിനെ എറേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്ത് റിവ്യൂ ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് ഓഫ് കോഡിംഗ് ഫേസ്. നെക്സ്റ്റ് ഈസ് ഇൻപുട്ട് ടു കോഡിംഗ് ഫേസസ്. കുറച്ചും കൂടെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻപുട്ട് ടു കോഡിംഗ് ഫേസ് ഈസ് ഡിസൈൻ ഡോക്യുമെൻറ്റ്. ഓൾറെഡി പറഞ്ഞു, ഡിസൈൻ ഡോക്യുമെൻറ്റ് കണ്ടെയ്ൻസ് ഹൈ ലെവൽ ഡിസൈൻ, അതായത് പ്രിലിമിനറി ഇൻ ദ ഫോം ഓഫ് സ്ട്രക്ചർ ചാർട്ട്. ഓക്കെ, ഡീറ്റെയിൽഡ് ഡിസൈൻ ഇൻ ദ ഫോം ഓഫ് മോഡ്യൂൾ സ്പെസിഫിക്കേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഡിസൈനിൽ പല മോഡൽസ്, പല മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഡിസൈൻ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ ചാർട്ട്, അല്ലെങ്കിൽ നമ്മൾ DFTs, സീക്വൻസ് ഡയഗ്രാം, ക്ലാസ് ഡയഗ്രാം, അങ്ങനെ പല മെത്തേഡ്സ് റെപ്രസെൻറ്റേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ആണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് എലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു മോഡ്യൂൾ സ്പെസിഫിക്കേഷൻ MSpec നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡ്യൂറിങ് കോഡിംഗ് ഫേസ് ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ഐഡൻറ്റിഫൈഡ് ഇൻ ഡിസൈൻ ഡോക്യുമെൻ്റ് are coded according to MSpec. Okay. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺസെപ്റ്റ്സ്. എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതായത് നമ്മൾ ആദ്യം കോഡിംഗ് എന്ന ഒരു ഫേസിനെ കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് ക്ലിയർ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ് ദ കോഡിംഗ് ടാസ്ക് ആർ ക്ലോസ്ലി അലൈൻ വിത്ത് പ്രോഗ്രാമിംഗ് സ്റ്റൈൽ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, പ്രോഗ്രാമിംഗ് മെത്തേഡ്സ്. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറയുക, കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഫോക്കസ്, അല്ല മെയിൻലി ഡീൽ ചെയ്തിരിക്കുന്ന, അല്ലെ റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് സ്റ്റൈലിനെയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയും മെത്തേഡ്സിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ ഫണ്ടമെൻ്റൽ കോഡിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ പ്രിൻസിപ്പിൾസ്, കോഡിംഗ് പ്രിൻസിപ്പിൾസ്, വാലിഡേഷൻ പ്രിൻസിപ്പിൾസ് ആണ്. 3 കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രിപ്പറേഷൻ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിഫോർ റൈറ്റിംഗ് എ ലൈൻ ഓഫ് കോഡ് വി ഹാവ് ടു എൻഷുർ ദ ഫോളോവിങ്. അപ്പം നമ്മളൊരു കോഡ്, അതായത് ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അതേപടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് അണ്ടർസ്റ്റാൻഡ് ഓഫ് ദി പ്രോബ്ലം, അണ്ടർസ്റ്റാൻഡ് ബേസിക് ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആൻഡ് കൺസെപ്റ്റ്സ്, പിക്ക് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, സെലക്ട് എ പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റ്. ഫസ്റ്റ്ലി നമ്മൾ പ്രോബ്ലം എന്താണെന്നുള്ളൊരു ഓവറോൾ ഐഡിയ നമുക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ പ്രോപ്പർ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതുപോലെ അതോടൊപ്പം തന്നെ പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റ് ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ കോഡിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഏതൊക്കെ ഡേറ്റ സ്ട്രക്ചേഴ്സ്, ഏതൊക്കെ കൺസെപ്റ്റുകൾ, ഏത് ആർക്കിടെക്ചർ, ലൂപ്പിംഗ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, വേരിയബിൾ നെയിംസ്, ഇങ്ങനെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതെല്ലാമാണ് കോഡിംഗ് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. ഓക്കെ, ആസ് ദ കോഡിംഗ് പ്രൊസീഡ്സ് ഫോളോവിങ് തിങ്സ് ആർ എൻഷുവേർഡ്. അപ്പോൾ ഫസ്റ്റിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ചെക്ക് യുവർ അൽഗോരിതംസ്, data structures, understand the software architecture and create interfaces that are consistent with it. Then keep conditional logic as simple as possible. Create nested loops in a way that makes them easily testable. Then select meaningful variable names and follow other local coding standards. Write code that is self-documenting. Create a visual layout, indentation and blank lines that aids understanding. സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ സി, ജാവ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നിങ്ങളോട് ശീലിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനകത്തും നമ്മൾ ട്രൈ ചെയ്യുന്ന കാര്യങ്ങൾ. സോ അങ്ങനെ നമ്മളൊരു പ്രൊജക്റ്റ് ഡെവലപ്പേഴ്സ് ആകുമ്പം കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഫസ്റ്റ്ലി അൽഗോരിതംസ് ചെയ്യണം, ഡേറ്റ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് ഇതിന് അക്യുറേറ്റ് ആയിട്ടുള്ളതാണ്, അല്ല ചുമ്മാ ഒരു ലോഡിന് വേണ്ടിയിട്ട് കോംപ്ലക്സിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരിക്കലും ആവശ്യമില്ലാത്ത ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ കണ്ടീഷണൽ ലോജിക് സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പിംഗ് കൂടുതൽ ടൈം കൺസ്യൂമിങ് എടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് ലൂപ്പിംഗ്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് മാത്രം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വേരിയബിൾ നെയിംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം മീനിങ് എപ്പോഴും നിങ്ങളുടെ അടുത്ത് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക്, അതായത് കോഡ് ചെയ്യുന്ന ആൾക്കാരല്ല, വേറെ ഒരാൾക്ക് കണ്ടാലും മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം കോഡിങ് ചെയ്യുമ്പോൾ എന്നുള്ളത്. അതായത് വേരിയബിൾ നെയിംസ് ഒക്കെ കൃത്യമായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അതായത് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡ്സ് ഒക്കെ വേണം നമ്മൾ കോഡിങ് ചെയ്യുമ്പം ശ്രദ്ധിക്കാനായിട്ട്. നെക്സ്റ്റ് ഈസ് വാലിഡേഷൻ പ്രിൻസിപ്പിൾസ്. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡിങ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ കോഡിങ് ഫോളോവിങ് തിങ്സ് ആർ കണ്ടക്റ്റഡ്. നമ്മൾ കോഡിങ് ചെയ്തതിന് ശേഷം നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ടക്ട് എ കോഡ് വാക്ക് ത്രൂ വെൻ അപ്രോപ്രിയേറ്റ്. കോഡ് വാക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ ആയിട്ടുള്ള നമ്മളൊരു ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു റിവ്യൂസാണ് കോഡ് വാക്ക് ത്രൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ള കുറച്ചും കൂടെ ക്ലിയർ ആകും. അത്രേ ഉള്ളൂ. നമ്മൾ ഒരു റിവ്യൂ, അതായത് എറേഴ്സൊക്കെ ഇൻഫോർമലി, അതായത് നമ്മൾ ചെറിയൊരു ഗ്രൂപ്പിൽ ഒന്ന് ഇത് നമ്മൾ കോഡ് ചെയ്തതിന് ശേഷം ഒന്ന് പ്രസൻറ്റ് ചെയ്യുക. അപ്പം അവരുടെ സജഷൻസോ ആ സമയത്ത് എന്തെങ്കിലും എറേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് കോഡ് വാക്ക് ത്രൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പെർഫോം യൂണിറ്റ് ടെസ്റ്റ് ആൻഡ് കറക്റ്റ് എറേഴ്സ് യു ഹാവ് അൺകവേർഡ്. അപ്പം നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തി നമ്മൾ എറേഴ്സൊക്കെ ഉള്ളതൊക്കെ കറക്റ്റ് ചെയ്യുക. റീഫാക്ടർ ദി കോഡ്. റീഫാക്ടർ എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ മോഡിഫൈ ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ്. ഓക്കെ, അപ്പം കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ സിംപ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓർഗനൈസേഷന്, അതായത് ഒരു പ്രോജക്റ്റ് എന്ന് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഓർഗനൈസേഷന് വേണ്ടിയിട്ടായിരിക്കും. സോ അവർക്ക് എന്താണ് ആവശ്യം, അതോടൊപ്പം തന്നെ എന്ത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് suits their organization best and based on the types of software they develop. Okay, about good software development organization require their programmers to follow some well-defined coding style. അപ്പം ആ well-defined and standard style of coding is called as coding standard. Okay, അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്ന വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കോഡിംഗ് സ്റ്റൈലാണ്. അപ്പോൾ ആ സ്റ്റൈൽ ഓഫ് കോഡിങ്ങിന് നമ്മൾ പറയുന്നതാണ് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്. എവരി ഓർഗനൈസേഷൻ ഫോർമുലേറ്റ് ദെയർ ഓൺ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്. കോഡിംഗ് സ്റ്റാൻഡേർഡ് ലിസ്റ്റ് സെവറൽ റൂൾസ് ടു ബി ഫോളോ ഡ്യൂറിങ് കോഡിംഗ്. നെയിമിംഗ് ഓഫ് വേരിയബിൾസ്, എറർ റിട്ടേണിംഗ് കൺവെൻഷൻസ് എക്സെട്ര. അതായത് വേരിയബിളിൻ്റെ നെയിംസ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ക്ലിയർ ആവുന്ന ടൈപ്പ് ഓഫ് വേരിയബിൾസ് നെയിം ഒക്കെ കൊടുക്കണം എന്നുള്ളത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പം അതായത് നമ്മൾ ഈ കോഡിംഗ് സ്റ്റാൻഡേർഡ് ഒരു ഗൈഡ് ലൈൻസ് ഡ്യൂറിങ് കോഡിംഗ് ടൈം കൊടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീവ്സ് എ യൂണിഫോം അപ്പിയറൻസ് ടു ദ കോഡ്സ് റിട്ടൺ ബൈ ഡിഫറെൻറ്റ് എൻജിനീയേഴ്സ്. അപ്പം യൂണിഫോം അപ്പിയറൻസ്, അതുപോലെ തന്നെ എന്താണ് ഫെസിലിറ്റേറ്റ്സ് കോഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോഡ് റീയൂസ്, പ്രൊമോട്ട്സ് ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസസ്, അതുപോലെ തന്നെ ഇംപ്രൂവ്സ് റീഡബിലിറ്റി ആൻഡ് മെയിൻറ്റനബിലിറ്റി. അപ്പോൾ അങ്ങനെ നമ്മൾ റീഡബിലിറ്റി ആൻഡ് മെയിൻറ്റനബിലിറ്റി ഉണ്ടാകുമ്പോൾ കോംപ്ലക്സിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു
കോഡ് റീയൂസ് അതോടെ അപ്പം അങ്ങനെയൊക്കെ കോഡ് റീയൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്സ് ടു ഡിറ്റക്ട് എറർ ഈസിലി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോഡിംഗ് സ്റ്റാൻഡേർഡ് ഒരു പർട്ടിക്കുലർ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുമ്പം ഉള്ള അഡ്വാൻറ്റേജസ്. ദെൻ എഫക്ട്സ് ഓഫ് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ദ പ്രോഗ്രാമേഴ്സ് ടു ഫോളോ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി കമ്പനി. അപ്പോൾ അവർ നമ്മൾ കമ്പനീസ് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള കോഡിംഗ് സ്റ്റാൻഡേർഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട്, അതായത് കോഡ് ഇൻസ്പെക്ഷൻ ടൈമിലും കോഡ് റിവ്യൂ ടൈമിലും ഒക്കെ നമുക്കത് സജഷൻസ് എല്ലാവരിൽ നിന്ന് കിട്ടുമ്പം ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഈ കോഡിംഗ് സ്റ്റാൻഡേർഡ്, അതായത് കമ്പനി പ്രിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് തന്നെ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. കംപ്ലൈൻറ്റ് ഓഫ് ദി കോഡ് വിത്ത് ദ കോഡിംഗ് സ്റ്റാൻഡേർഡ് ഈസ് വെരിഫൈഡ് ഡ്യൂറിങ് ഈ കോഡ് ഇൻസ്പെക്ഷൻ. കോഡ് ദാറ്റ് ഡസ് നോട്ട് ഫോളോ ദ കോഡിംഗ് സ്റ്റാൻഡേർഡ് ഈസ് റിജക്റ്റഡ് ഡ്യൂറിങ് കോഡ് റിവ്യൂ. ദെൻ ദ കോഡ് ഹാസ് ടു ബി റീവർക്ക്ഡ് ബൈ ദി പ്രോഗ്രാമർ. അപ്പം നമ്മളൊരു പർട്ടിക്കുലർ, ഞാൻ പറഞ്ഞല്ലോ, യൂണിഫോം അപ്പിയറൻസ് അല്ല യൂണിഫോമിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാവണമെങ്കിൽ ആ കമ്പനി എന്ത് സോഫ്റ്റ്വെയർ ആണോ ഇതാണോ പ്രിഫർ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജനറൽ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പം ജനറൽ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണം സെലക്ട് ചെയ്യുന്നതെന്നുള്ളതൊക്കെയാണ്. അതായത് നമ്മൾ കോഡിംഗ് ലാംഗ്വേജസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. റെപ്രസെൻറ്റേറ്റീവ് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പം റെപ്രസെൻറ്റേറ്റീവ് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞാൽ റൂൾസ് ഫോർ ലിമിറ്റിംഗ് ദ യൂസ് ഓഫ് ഗ്ലോബൽ. അപ്പം നമ്മൾ ഈ ഗ്ലോബൽ വേരിയബിൾസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പം അത് എവിടെയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ വേരിയബിൾസാണ് ഗ്ലോബലായിട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം. ദീസ് റൂൾസ് ലിസ്റ്റ് വാട്ട് ടൈപ്പ് ഓഫ് ഡേറ്റ ക്യാൻ ബി ഡിക്ലെയർഡ് ആസ് ഗ്ലോബൽ ആൻഡ് വാട്ട് കനോട്ട്. ദിസ് ലിമിറ്റ്സ് ദ ഡാറ്റ ടു ബി ഡിക്ലെയർഡ് ആസ് ഗ്ലോബൽ. ഓക്കെ, സ്റ്റാൻഡേർഡ്സ് ഹെഡേഴ്സ് ഫോർ ഡിഫറെൻറ്റ് മോഡ്യൂൾസ്. അപ്പോൾ ഹെഡർ മോഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെഡറൊക്കെ കൊടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്, അതായത് ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് ക്ലിയർ അണ്ടർസ്റ്റാൻഡ്, അതായത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ദ ഹെഡർ ഓഫ് ഡിഫറെൻറ്റ് മോഡ്യൂൾ ഷുഡ് ഹാവ് എ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. ദിസ് ഫെസിലിറ്റേറ്റ്സ് ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മെയിൻ്റനൻസ്. അപ്പം നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുമ്പം എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഒരു എറേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആ മോഡ്യൂളിനെ കണ്ടുപിടിച്ചിട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, ജനറൽ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്. അത് ഹെഡർ ഫോർമാറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള എക്സാമ്പിൾസ് കുറച്ച് കൊടുത്തിരിക്കുന്നതാണ്. നെയിം ഓഫ് ദി മോഡ്യൂൾ. ഓക്കെ, നെയിം ക്ലിയർ ആക്കുക. ഡേറ്റ് ഓഫ് ക്രിയേഷൻ ഓഫ് മോഡ്യൂൾ, ഓതേഴ്സ് നെയിം, മോഡിഫിക്കേഷൻ ഹിസ്റ്ററി, സിനോപ്സിസ് ഓഫ് മോഡ്യൂൾ, അതായത് ഇറ്റ് ഈസ് എ റൈറ്റപ്പ് അബൌട്ട് വാട്ട് എ മോഡ്യൂൾ ഡസ്. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മളൊരു ഫംഗ്ഷനൊക്കെ ചെയ്യുമ്പോൾ ഒരു കമൻറ്റ് പോലെ അത് ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനൊരു കമൻറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആരും നോക്കിയാലും അവർക്ക് ക്ലിയർ ആവും. ഡിഫറെൻറ്റ് ഫംഗ്ഷൻ സപ്പോർട്ടഡ് ഇൻ ദ മോഡ്യൂൾ അലോങ് വിത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സ്, ഗ്ലോബൽ വേരിയബിൾസ് ആക്സസ്ഡ് ആൻഡ് മോഡിഫൈഡ് ബൈ ദി മോഡ്യൂൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട്, അതായത് മനസ്സിലാവുന്ന രീതി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോഡിങ് വേറൊരാൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അല്ലെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോഡിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കോഡ് എന്ന് പറഞ്ഞാൽ ഒരു 10-20 ലൈൻ ഓഫ് കോഡ് അല്ല നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അത് കുറേ അധികം ലൈൻ ഓഫ് കോഡ്, അതായത് 500 പ്ലസ് അല്ല 1000+ നല്ല ലാർജ് സൈസ് ഓഫ് കോഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പം എന്തൊക്കെയാണ് ജനറൽ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്? നെയിമിംഗ് കൺവെൻഷൻസ് ഫോർ ലോക്കൽ ആൻഡ് ഗ്ലോബൽ വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻറ്റ് ഐഡൻറ്റിഫയേഴ്സ്. അപ്പം നമ്മൾ ഈ ലോക്കൽ വേരിയബിൾസിൻ്റെ നെയിം, ഗ്ലോബൽ വേരിയബിൾസിൻ്റെ നെയിം, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയിമൊക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേരിയബിൾസ് ആർ നെയിംഡ് യൂസിങ് മിക്സഡ് കേസ് ലെറ്ററിംഗ് ആണ് നോർമലി കൊടുക്കുന്നത്. ഗ്ലോബൽ വേരിയബിൾ നെയിം ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് capital letters, global data, example global data. The local variable name always start with the small letters, local data. Constants are formed using capital letters only. അതായത് ഓരോ നെയിംസ് നമ്മൾ കൊടുക്കുമ്പം ഓരോ വേരിയബിൾസ് അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾസ്, ലോക്കൽ വേരിയബിൾസ്, കോൺസ്റ്റൻ്റ് ഒക്കെ കൊടുക്കുമ്പം അതിന് അതിൻ്റെതായ ഫോർമാറ്റ് ഒക്കെ ഉണ്ട്, അത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
ദെൻ നമ്മൾ പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷൻസ് റിഗാർഡിംഗ് എറർ റിട്ടേൺ വാല്യൂസ് ആൻഡ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. ചില കേസസ് ഇപ്പോൾ ജാവയിലൊക്കെ നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എറർ ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്, C++ലൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് എന്താണ് അവിടെ പ്രോബ്ലം ആക്ച്വലി സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിന് നമ്മൾ റീയൂസ് ആൻഡ് ഡീബഗിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ദ വേ ഇൻ വിച്ച് എറർ കണ്ടീഷൻസ് ആർ റിപ്പോർട്ടഡ് ബൈ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇൻ എ പ്രോഗ്രാം ഷുഡ് ബി സ്റ്റാൻഡർഡൈസ്ഡ്. അതായത് എക്സാമ്പിളായിട്ട് ഓൾ ഫങ്ഷൻസ് എൻകൗണ്ടറിങ് ആൻ എറർ മസ്റ്റ് റിട്ടേൺ ഐദർ എ 0 or 1 കൺസിസ്റ്റൻ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പ്രോഗ്രാമർ ഹൂ റോട്ട് ദി കോഡ്. അപ്പം മേ ബി എന്തെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് ഒക്കെ കൊടുത്ത് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഫെസിലിറ്റേറ്റ്സ് റീയൂസ് ആൻഡ് ഡീബഗിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഗൈഡ് ലൈൻസ് ഒക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഗൈഡ് ലൈൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡിംഗ് ഗൈഡ് ലൈൻസ് ആർ ഓൾസോ പ്രിസ്ക്രൈബ് ബൈ ദി കമ്പനി. അതായത് ഓരോ കമ്പനിക്ക് ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ഗൈഡ് ലൈൻസ്. അപ്പോൾ ആ കമ്പനീസ് പ്രിസ്ക്രൈബ് ചെയ്യും ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ്. ദേ പ്രൊവൈഡ് ജനറൽ സജഷൻസ് റിഗാർഡിംഗ് ദി കോഡിംഗ് സ്റ്റൈൽ ടു ബി ഫോളോഡ്. ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദീസ് ഗൈഡ് ലൈൻസ് ആർ ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡെവലപ്പേഴ്സ്. അപ്പം നമ്മൾ ആക്ച്വലി ഡെവലപ്പേഴ്സ് അപ്പോൾ അവർ കമ്പനീസിന് പ്രൊവൈഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഡെവലപ്പേഴ്സിന് അവരുടേതായ ഗൈഡ് ലൈൻസും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ദ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് യൂസ് കോഡിംഗ് സ്റ്റൈൽ ദാറ്റ് ഈസ് ടു ക്ലവർ ഓർ ടു ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അത് ചിലർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ കോഡിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് നമുക്ക് സിമ്പിളായിട്ടുള്ള വേയിലും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലം ആയിരിക്കാം. പക്ഷെ ചിലർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടും വളരെ ഇൻ്റലക്ച്വലൊക്കെ ആയിട്ട് ചെയ്യാം. പക്ഷെ അത് ചിലപ്പം നോർമൽ പേഴ്സൺസ് അല്ല, ചിലർക്കത് ക്ലിയർ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാവുന്ന രീതിയിലാണ്. അതായത് കോഡ് മസ്റ്റ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ക്ലെവർ കോഡിംഗ് മേ റെഡ്യൂസ് കോഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. ദിസ് മേക്സ് മെയിൻ്റനൻസ് ആൻഡ് ഡീബഗിങ് എക്സ്പെൻസീവ്. ഇപ്പോൾ ചിലപ്പം ആ കോഡ് ആയിരിക്കണമെന്നില്ല, പിന്നെ അത് അത് ഹാൻഡിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ മെയിൻ്റനൻസ് ഡീബഗിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ഒബ്സിക്വർ സൈഡ് എഫക്ട്സ്. ഒബ്സിക്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ അല്ലാത്ത നമുക്ക് സൈഡ് എഫക്ട്സ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. അതായത് സൈഡ് എഫക്ട്സ് ഓഫ് എ ഫംഗ്ഷൻ കോൾ, മോഡിഫിക്കേഷൻസ് ഓഫ് പാരാമീറ്റർ പാസ് ബൈ റെഫറൻസ്, മോഡിഫിക്കേഷൻ ഓഫ് ഗ്ലോബൽ വേരിയബിൾസ് ആൻഡ് IO ഓപ്പറേഷൻസ്. നമ്മൾ പാസ് ബൈ റെഫറൻസ് വെച്ചിട്ട് പാരാമീറ്റർ മോഡിഫിക്കേഷൻസ് ഒക്കെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഗ്ലോബൽ വേരിയബിൾസും നമുക്ക് പല ഫംഗ്ഷൻസിലൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. ആൻഡ് ഒബ്സിക്വർ സൈഡ് എഫക്ട്സ് is the one that cannot be identified from casual examination of the code. This makes difficult to understand the code. ഓക്കെ, അപ്പം മേ ബി നമുക്ക് ചില കേസസിൽ അതൊന്നും ക്ലിയർ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പക്ഷേ അത് ആക്ച്വലി അഫക്റ്റ് ചെയ്യുമ്പോൾ, അതായത് വേരിയബിൾ വാല്യൂസിലൊക്കെ അത് കറക്റ്റായിട്ട് കിട്ടാതെ വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് യൂസ് ആൻ ഐഡൻറ്റിഫയർ ഫോർ മൾട്ടിപ്പിൾ പർപ്പസസ്. നമ്മൾ നോർമലി പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ടെമ്പററി വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം മൾട്ടിപ്പിൾ പർപ്പസിന് ഒരു സിംഗിൾ ഐഡൻറ്റിഫയർ വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. അതായത് പ്രോഗ്രാമേഴ്സ് ഓഫൺ യൂസ് സെയിം ഐഡൻറ്റിഫയർ ടു ഡിനോട്ട് സെവറൽ ടെമ്പററി എൻറ്റിറ്റീസ്. പ്രോബ്ലംസ് അറൈസ് വെൻ സെയിം വേരിയബിൾ ആർ യൂസ് ഫോർ മൾട്ടിപ്പിൾ പർപ്പസസ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. Okay, അപ്പോൾ if an identifier is used for multiple purposes, it cannot be given a descriptive name that indicates its purpose, lead to confusion, difficult to understand or read the code, make future enhancements difficult. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ഐഡൻറ്റിഫയർ ടെമ്പററി വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് അതിന് സ്യൂട്ടായിട്ടുള്ള മീനിങ് ആയിട്ടുള്ള നെയിംസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോഡ് ഷുഡ് ബി വെൽ ഡോക്യുമെൻറ്റഡ്. അപ്പം there should be at least one command line on an average of 3 source lines. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കോഡ് ചെയ്യുന്ന അല്ലെ ലൂപ്പ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ലൂപ്പ് എന്ത് പർപ്പസിന് വേണ്ടി ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു കമാൻഡ് ലൈൻ കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ലെങ്ത് ഓഫ് എ ഫംഗ്ഷൻ ഷുഡ് നോട്ട് എക്സീഡ് 10 സോഴ്സ് ലൈൻസ്. അപ്പം ഫംഗ്ഷനൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 10 സോഴ്സ് ലൈൻസിൽ കൂടുതൽ എക്സീഡ് ചെയ്യാന്നിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ലെങ്തി ഫംഗ്ഷൻസ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ദേ ആർ ലൈക്ലി ടു ഹാവ് ലാർജ് നമ്പർ ഓഫ് ബാക്സ് മേ ബി ഉണ്ടാവാം. ഡു നോട്ട് യൂസ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അപ്പം ഗോ ടു ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് എങ്കിൽ പോലും മാക്സിമം ഗോ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യാതിരിക്കുക. ദിസ് മേക്സ് എ പ്രോഗ്രാം അൺസ്ട്രക്ചേർഡ്, ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, ഡീബഗ് ആൻഡ് മെയിൻറ്റെയിൻ.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോഡിങ് ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ഗൈഡ് ലൈൻസ്, സ്റ്റാൻഡേർഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അതായത് എന്തൊക്കെ കോഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോഡ് റിവ്യൂ ആണ്. അപ്പം കോഡ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് അറിയാം, നമ്മൾ ഓരോ മോഡ്യൂൾ വൈസ് ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യും, പീരിയോഡിക്കായിട്ട് നമ്മളെല്ലാം കമ്പയർ ചെയ്യാറുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും അത് കറക്റ്റാണോ ചെക്ക് ചെയ്യാറുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് കോഡ് റിവ്യൂ എന്ന് പറഞ്ഞാൽ. അത് ഒരു മോഡ്യൂളൊക്കെ ചെയ്ത് കഴിയുമ്പോഴൊക്കെ ആയിരിക്കാം മേ ബി കോഡ് റിവ്യൂകളൊക്കെ വരുന്നത്. എഫക്റ്റീവ് ടെക്നിക് ടു റിമൂവ് ഡിഫെക്ട്സ് from source code, cost effective way for removing defects compared to testing, done after a module is successfully compiled. അപ്പോൾ നമ്മൾ ഓരോ മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ മോഡ്യൂൾ വൈസ് ആയിരിക്കും ഇത് കോഡ് റിവ്യൂസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് കോഡ് റിവ്യൂ, കോഡ് വാക്ക് ത്രൂ, കോഡ് ഇൻസ്പെക്ഷൻ. അപ്പോൾ മെയിൻലി രണ്ട് ടൈപ്സ് ആണുള്ളത് കോഡ് റിവ്യൂവിന്: കോഡ് വാക്ക് ത്രൂ, കോഡ് ഇൻസ്പെക്ഷൻ. പ്രൊസീജിയേഴ്സ് ആൻഡ് ഫൈനൽ ഔട്ട്പുട്ട് ദീസ് ടു ആർ ഡിഫറെൻറ്റ്. അപ്പോൾ രണ്ട് കേസസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഫസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ കോഡ് വാക്ക് ത്രൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇൻഫോർമൽ കോഡ് അനലൈസിസ് ടെക്നിക്കാണ് കോഡ് വാക്ക് ത്രൂ. അപ്പം നമ്മൾ എ മോഡ്യൂൾ ഈസ് ടേക്കൺ ഫോർ റിവ്യൂ ആഫ്റ്റർ കോഡിങ് ആൻഡ് കമ്പൈലിംഗ് ഇറ്റ് സക്സസ്ഫുള്ളി. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂ മെമ്പേഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ടീം ആർ ഗിവൺ ദി കോഡ് ഫ്യൂ ഡേയ്സ് ബിഫോർ വാക്ക് ത്രൂ meeting. Each member take a test case and simulate the execution of code manually. Traces the execution of code. ഓക്കെ, അപ്പം കുറച്ച് മെമ്പേഴ്സ് മാത്രം, അതായത് നമ്മുടെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം ഇരുന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡിസ്കവർ അൽഗോരിതമിക് ആൻഡ് ലോജിക്കൽ എറേഴ്സ് ഇൻ ദി കോഡ് വാക്ക് ത്രൂ. Okay, members note down their findings after the walkthrough. Discuss these findings in the walkthrough meeting where coder is also present. അപ്പോൾ അതൊക്കെയാണ് കോഡ് വാക്ക് ത്രൂവിൽ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് അപ്പം വാക്ക് ത്രൂവിൽ അവർ എന്തെല്ലാം മെമ്പേഴ്സ് പ്രസൻ്റ് ആയിരിക്കുന്ന ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് കറക്ഷൻസ് വേണ്ടതെന്നുള്ളത് നോട്ട് ചെയ്യും. എന്നിട്ട് ആ വാക്ക് ത്രൂ മീറ്റിങ്ങിൽ കോഡറും കൂടെ ഉള്ള അത് കോഡ് ചെയ്ത ആക്ച്വൽ ആൾക്കാർ പ്രസൻ്റ് ആയിരിക്കുന്ന ടൈമിൽ അത് ഡിസ്കസ് ചെയ്യും. ഗൈഡ് ലൈൻസ് ഫോർ വാക്ക് ത്രൂ മീറ്റിംഗ്. ടീം പെർഫോമിംഗ് വാക്ക് ത്രൂ മീറ്റിംഗ് ഷുഡ് നോട്ട് ബി ടു ലാർജ് ഓർ ടു സ്മോൾ. 3 to 7 മെമ്പേഴ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. ഡിസ്കഷൻ ഫോക്കസ് ഓൺ ഡിസ്കവറി ഓഫ് എറേഴ്സ്. അവോയ്ഡ് ഡെലിബറേഷൻസ് ഓൺ ഹൗ ടു ഫിക്സ് ദോസ് എറേഴ്സ്. അപ്പം നമ്മൾ എറേഴ്സ് ഫൗണ്ട് ചെയ്യുക എന്ന് മാത്രമുള്ളൂ, അല്ലാതെ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാറില്ല. മാനേജേഴ്സ് ഷുഡ് നോട്ട് അറ്റൻഡ് ദി മീറ്റിംഗ്. അതായത് ഹൈ ലെവലിലുള്ള ആൾക്കാരൊന്നും ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നില്ല. ദിസ് ഈസ് ടു പ്രൊവൈഡ് കോപ്പറേഷൻ ആൻഡ് അവോയ്ഡ് ഫീലിംഗ്സ് എമംഗ് എൻജിനീയേഴ്സ് ഹൂ ആർ ബീങ് ഇവാലുവേറ്റഡ് ഡ്യൂറിങ് ദി മീറ്റിംഗ്. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ കോഡ് വാക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ. 3 to 7 മെമ്പേഴ്സ് ഉള്ള ഒരു മീറ്റിങ്ങിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക, അതിനകത്തുള്ള കറക്ഷൻ എറേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ സജഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ റിവ്യൂ ചെയ്യുന്ന പ്രോസസ്സാണ്. Then code inspection is examined for the presence of common programming errors. Objective: check for the presence of common programming errors. Check whether code adheres to coding standards. അപ്പം കോഡിംഗ് സ്റ്റാൻഡേർഡ്സോ പ്രിൻസിപ്പിൾസിന് എന്തെങ്കിലും അതിനെ ബേസ് ചെയ്യാതെ വല്ലതും ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻസ്പെക്ഷനകത്ത് ചെയ്യുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് code inspection: programmer receives feedback on programming style, choices of algorithms, programming techniques. അപ്പോൾ കോഡ് ഇൻസ്പെക്ഷനിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഗൈഡ് ലൈൻസ് ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണോ ചെയ്തിരിക്കുന്നത്, അതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. സോഫ്റ്റ്വെയർ കമ്പനീസ് കളക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് റിഗാർഡിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമൺലി കമ്മിറ്റഡ് എറേഴ്സ്. ലിസ്റ്റ് ഓഫ് ദീസ് എറേഴ്സ് ആർ യൂസ്ഡ് ആസ് ചെക്ക് ലിസ്റ്റ്. അപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പം കോമൺലി നമുക്കുണ്ടാകാവുന്ന എറേഴ്സ് ലിസ്റ്റ് ഔട്ട് ഒരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതായത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സെയിം പ്രോജക്റ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പം ഈ ടൈപ്പ് ഓഫ് എറേഴ്സ് വന്നു കഴിയുമ്പം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അത് റിസോൾവ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സോൾവിങ് മെത്തേഡ്സ് ഒന്നും കണ്ടുപിടിക്കാൻ പോകുന്നതിന് പകരം പ്രീവിയസ് പ്രോജക്റ്റിലൊക്കെ അതുണ്ടെങ്കിൽ നമ്മളവിടെ സോൾവ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ആ സെയിം മെത്തേഡ് തന്നെ മേ ബി ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അപ്പോൾ നമ്മളൊരു ചെക്ക് ലിസ്റ്റൊക്കെ എറേഴ്സ് ഏതൊക്കെ വരുന്നു എന്നുള്ളതൊക്കെ ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ക്ലാസിക്കൽ പ്രോഗ്രാമിംഗ് എറേഴ്സ് ചെക്ക്ഡ് ഡ്യൂറിങ് കോഡ് ഇൻസ്പെക്ഷൻ. എന്താണെന്ന് വെച്ച് ഏതൊക്കെ ടൈപ്പ് ഓഫ് എറേഴ്സ് മെയിൻലി വരാം, കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നതാണ്. യൂസ് ഓഫ് അൺഇനിഷ്യലൈസ്ഡ് വേരിയബിൾ, നോൺ ടെർമിനേറ്റിംഗ് ലൂപ്സ്, ഇൻകോമ്പാക്റ്റബിൾ അസൈൻമെൻറ്റ്സ്,
array indices out of bound, improper modification of loop variables, etc. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പം നിങ്ങളും ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആണെങ്കിലും ചെയ്യുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ തന്നെയാണ് ഇതിനകത്തും പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒപ്പം തന്നെ സോഫ്റ്റ്വെയർ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണ്? വെൻ എ സോഫ്റ്റ്വെയർ ഈസ് ഡെവലപ്ഡ് ഇൻ അഡീഷൻ ടു എക്സിക്യൂട്ടബിൾ ഫയൽസ് ആൻഡ് സോഴ്സ് കോഡ് സർട്ടൻ ഡോക്യുമെൻറ്റ്സ് ആർ ഓൾസോ ഡെവലപ്ഡ്. നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കണം. യൂസേഴ്സ് മാനുവൽ, SRS ഡോക്യുമെൻറ്റ്, ഡിസൈൻ ഡോക്യുമെൻറ്റ്, ടെസ്റ്റ് ഡോക്യുമെൻറ്റ്, ഇൻസ്റ്റലേഷൻ മാനുവൽ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഓരോ കേസസിലും ചെയ്തിരിക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. പർപ്പസ് ഓഫ് ഗുഡ് ഡോക്യുമെൻറ്റ്സ് എന്തിനായിരിക്കാം? എൻഹാൻസ് അണ്ടർസ്റ്റാൻഡബിലിറ്റി ഓഫ് കോഡ്. നമ്മൾ റെഡ്യൂസ് എഫർട്ട് ആൻഡ് ടൈം ഫോർ മെയിൻ്റനൻസ്. അതായത് നമ്മൾ എറേഴ്സ് നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്തൊക്കെ വന്നു കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ എറേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പം മോഡിഫിക്കേഷൻസ് അല്ല മെയിൻ്റനൻസ് ഒക്കെ ചെയ്യണമെന്നെങ്കിൽ കുറച്ചും കൂടെ ഈസി ആക്കാൻ പറ്റും. അപ്പം അതായത് നമുക്ക് റെഡ്യൂസ് എഫർട്ട് ആൻഡ് ടൈം ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത്. ഹെൽപ്സ് ദ യൂസേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എഫക്റ്റീവ്ലി യൂസ് ദി സിസ്റ്റം. എഫക്റ്റീവ്ലി ട്രാക്കിൾ മാൻ പവർ ടേൺ ഓവർ പ്രോബ്ലം. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പ്രോജക്റ്റിലുള്ള ഇഷ്യൂസ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഡോക്യുമെൻറ്റ് ചെയ്തൊക്കെ വെക്കുമ്പം അതുപോലെയുള്ള ടൈപ്പ് ഓഫ് പ്രോജക്ട്സ് ചെയ്യുമ്പം പ്രീവിയസ് പ്രോജക്റ്റിലുള്ള പ്രോബ്ലംസ് ഒരു പരിധി വരെ ടാക്കിൾ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. വെൻ ആൻ എൻജിനീയർ ലീവ്സ് ദ ഓർഗനൈസേഷൻ, അതോടൊപ്പം തന്നെ വേറൊരു കേസസാണ്, നമ്മൾ ചെയ്ത ഒരാൾ ഓർഗനൈസേഷന് പോവുകയാണ്, പുതിയൊരാൾ വന്നു കഴിയുമ്പം എന്തെല്ലാം കാര്യങ്ങളാണ് പ്രീവിയസ് കേസിൽ ചെയ്തതെന്നുള്ളതുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെൻ ആൻ എൻജിനീയർ ലീവ്സ് ദ ഓർഗനൈസേഷൻ ആൻഡ് എ ന്യൂ എൻജിനീയർ കംസ് ഇൻ, he can build up knowledge easily by referring the documents. Helps the managers to track the progress of the project. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ഡോക്യുമെൻറ്റ്സ്, ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡഡ് ഇൻ ദി സോഴ്സ് കോഡ് ഇറ്റ്സെൽഫ്. എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റ്സ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് സച്ച് ആസ് SRS, യൂസർ മാനുവൽ, ഇൻസ്റ്റലേഷൻ ഡോക്യുമെൻറ്റ്, ഡിസൈൻ ഡോക്യുമെൻറ്റ്, ടെസ്റ്റ് ഡോക്യുമെൻ്റ് ഒക്കെയാണ്. ഓക്കെ, ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോഡ് കോംപ്രിഹെൻഷൻ ഫീച്ചേഴ്സ് പ്രൊവൈഡഡ് ഇൻ സോഴ്സ് കോഡ് ഇറ്റ് സെൽഫ്. ടൈപ്സ് ഓഫ് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻസ്: കമൻറ്റ്സ് എംബഡഡ് ഇൻ സോഴ്സ് കോഡ്, മീനിങ്ഫുൾ വേരിയബിൾ നെയിംസ്, കോഡ് ഇൻഡൻറ്റേഷൻ, കോഡ് സ്ട്രക്ചറിങ്, യൂസ് ഓഫ് എന്യൂമറേറ്റഡ് ടൈപ്സ്, യൂസ് ഓഫ് കോൺസ്റ്റൻറ്റ് ഐഡൻറ്റിഫയേഴ്സ്, യൂസ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഓരോ പർപ്പസിന് നമ്മൾ പല പല കാര്യങ്ങൾ, അതായത് എന്യൂമറേറ്റഡ് ടൈപ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യാറുണ്ട്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എവിടെയൊക്കെ എന്ത് പർപ്പസാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെക്കുക. ഔട്ട് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ, മീനിങ്ഫുൾ വേരിയബിൾ നെയിംസ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ വൈൽ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് എ പീസ് ഓഫ് കോഡ്. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ഐഡൻറ്റിഫയേഴ്സ്, വേരിയബിൾ നെയിംസ് എല്ലാം യൂസ് ചെയ്യുമ്പം എന്താണ് മീനിങ്ഫുൾ വേരിയബിൾ നെയിംസ് കൊടുക്കുക. ദെൻ എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ. എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷനിൽ എന്താണ്? സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണ്. എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ പ്രൊവൈഡഡ് ത്രൂ വേരിയസ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. അതാണ് ഓൾ ഡോക്യുമെൻറ്റ്സ് ആർ ടു ബി ഓഫ് ഗുഡ് ക്വാളിറ്റി, ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഓർഡർലി ഫാഷൻ. എ ഗുഡ് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റ് ഷുഡ് ഹാവ് കോഡ് കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം അതോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റ് ഷുഡ് ബി അപ് ടു ഡേറ്റ്. അതാണ് നമ്മൾ പ്രോജക്റ്റിന് ഒരു ഫയൽ കീപ്പ് ചെയ്യണം എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് നിങ്ങൾക്കും ഇനി അടുത്ത സെമസ്റ്ററിലൊക്കെ അതൊക്കെ മനസ്സിലാവും. നമ്മൾ അപ് ടു ഡേറ്റ്, അതായത് ഓരോ ഡേ ചെയ്യുമ്പം എന്ത് വർക്കാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഇന്ന ഡേയിൽ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലും നമ്മൾ ചെയ്ത് വരുമ്പം കറക്ഷൻസൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ് നമ്മളെടുത്ത് റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എന്നാ കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡബിലിറ്റി അബൌട്ട് ദ കാറ്റഗറി ഓഫ് യൂസേഴ്സ് ടു ഹൂം ദ ഡോക്യുമെൻ്റ് ഈസ് ഡിസൈൻ. അപ്പം ആരാണ് ആ ഡോക്യുമെൻ്റ് ചെയ്തത്, അതോടൊപ്പം തന്നെ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്ര കോഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒക്കെ അറിയാൻ പറ്റും. അതായത് അതെന്ന് പറഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗണ്ണിങ് ഫോഗ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഒരു കാൽക്കുലേഷൻ മെത്തേഡാണ് ഗണ്ണിങ്സ് ഫോഗ് ഇൻഡെക്സ്. മെട്രിക്സ് യൂസ് ടു മെഷർ ദ റീഡബിലിറ്റി ഓഫ് ദി ഡോക്യുമെൻറ്റ്. അതായത് നമുക്ക് ആ ഡോക്യുമെൻറ്റ് എത്രമാത്രം എന്താ പറയുക യൂസർ ഫ്രണ്ട്ലി, അതായത് സിമ്പിളായിട്ട് പറയുന്നത് അണ്ടർസ്റ്റാൻഡബിൾ ആണ് എന്നുള്ള കാര്യമാണ് ഈ ഫോഗ് ഇൻഡെക്സ് വെച്ച്, ഗണ്ണീസ് ഫോഗ് ഇൻഡെക്സ് വെച്ച് ചെക്ക് ചെയ്യുന്നത്. അപ്പം മെട്രിക്സ് വാല്യൂ ഓഫ് എ ഡോക്യുമെൻറ്റ് ഇൻഡിക്കേറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
the number of years of formal education a person should have in order to comfortably understand a document. അതായത് നമ്മൾ ഒരു ഇക്വേഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 0.4 ഇൻറ്റു വേർഡ്സ് ബൈ സെൻറ്റൻസസ് പ്ലസ് 100 ഇൻറ്റു പെർസെൻറ്റേജ് ആണ് വേർഡ്സ് കംപ്ലീറ്റ് വേർഡ്സ് ബൈ വേർഡ്സ്. അതായത് FOG 12 indicates that a person who has completed his 12th grade can understand the document. ഓക്കെ, അപ്പോൾ FOG 12 എന്ന് പറഞ്ഞാൽ 12th grade can understand the document എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? FOG ഓഫ് D ഡോക്യുമെൻറ്റിൻ്റെ FOG എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇത് നമ്മൾ ഇക്വേഷൻ പറഞ്ഞു 0.4 ഇൻറ്റു വേർഡ്സ് ബൈ സെൻറ്റൻസസ് പ്ലസ് പെർസെൻറ്റേജ് ഓഫ് കോംപ്ലക്സ് വേർഡ് ഇൻ ദി ഡോക്യുമെൻറ്റ്. അതായത് FOG ഇൻഡെക്സ് ഇൻ ദ സം ഓഫ് 2 ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് വേർഡ്സ് പെർ സെൻറ്റൻസ് ആണ്. ദിസ് ഫാക്ടർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ലോങ് സെൻറ്റൻസസ് ആർ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം നമ്മൾ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസും അല്ല ലോങ് സെൻറ്റൻസസുകൾ ആഡ് ചെയ്യാതെ അത്യാവശ്യം ഷോർട്ട് എന്നാൽ ക്ലിയർ ആവുന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ ആഡ് ചെയ്യണം. അപ്പം നമ്മൾ ഫസ്റ്റ് ഫാക്ടർ അതായത് ആ ഡോക്യുമെൻറ്റിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് വേർഡ്സ് പെർ സെൻറ്റൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് ദ പെർസെൻറ്റേജ് ഓഫ് കോംപ്ലക്സ് വേർഡ് ഇൻ ദി ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്. എന്തുമാത്രം കോംപ്ലക്സ് വേർഡ് അതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പം സിലബിൾ ഈസ് എ ഗുഡ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് that can be pronounced independently. Words having more than 3 syllables are complex words. അപ്പം 3-ൽ കൂടുതൽ സിലബിൾസ് ഉള്ള വേർഡ്സ് എന്ന് പറയുന്ന കോംപ്ലക്സ് വേർഡിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താ പറയുക, അങ്ങനെയുള്ള അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ FOG ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ അല്ല റീഡബിലിറ്റി എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ നോർമലി നമ്മൾ എന്താണ്, അതായത് കോഡിങ് കേസസ് ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ അടുത്തത് നമ്മൾ ടെസ്റ്റിംഗ് ആണ് പോകുന്നത്. അപ്പം കോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം, കോഡ് ചെയ്യുമ്പം ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഏത് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് സ്റ്റൈല്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ കോഡ് റിവ്യൂ, നമ്മൾ ഓരോ മോഡ്യൂൾസ് ചെയ്ത് കഴിയുമ്പോഴും കോഡ് റിവ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എറേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ചെയ്യണം. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ഡോക്യുമെൻറ്റേഷൻ, പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് ചെയ്തു വെക്കണം. കാരണം ഫ്യൂച്ചർ റെഫറൻസിന് അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷനുണ്ട്, എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷനുണ്ട്. അപ്പോൾ അതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.